വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു മണ്ഡലകാല സീസൺ ആകുമ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും പച്ചക്കറി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ആണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് മഷ്റൂംസ് എടുത്തിരിക്കുന്നത്. ഇത് ബ്രൗൺ മഷ്റൂംസ് ആണ് കേട്ടോ. അത് നല്ലോണം കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു സവോള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നാളികേര കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെപ്പറും പിന്നെ കെച്ചപ്പും. ഇതിൽ തക്കാളി യൂസ് ചെയ്യുന്നില്ല, ആ പുളിക്ക് വേണ്ടിയിട്ടാണ് കെച്ചപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ മഷ്റൂം റോസ്റ്റ് മൺചട്ടിയിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നാളികേരക്കൊത്ത് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. നാളികേരക്കൊത്ത് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ നമ്മളിതിലേക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന മഷ്റൂമിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതിലും കൂടുതൽ മഷ്റൂം ആണെങ്കിൽ പൊടികളിൽ വ്യത്യാസം വരുത്തണം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് മഷ്റൂംസ് ചേർത്ത് കൊടുക്കാം. മഷ്റൂംസ് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം മഷ്റൂംസിൽ നിന്ന് വെള്ളം ഓൾറെഡി ഇറങ്ങി വരും. ഈ ഒരു മസാല അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യാം. ഫ്ലെയിം ഈ ഒരു ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. മഷ്റൂം മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, അതായത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ, കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാകം നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യാം. മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റൈസിനും ചപ്പാത്തി അതുപോലെ പൊറോട്ടയ്ക്കൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസിൽ അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്